കൃപയുടെ ശക്തി നിറഞ്ഞു നിൽക്കുന്ന ഈ നല്ല നിമിഷത്തിനായി നമുക്ക് ഒരുമിച്ച് കർത്താവിനെ കരങ്ങൾ ഉയർത്തി മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ നിറഞ്ഞ ദൈവ സാന്നിധ്യത്തിലേക്ക് സ്നേഹത്തോടും സന്തോഷത്തോടും ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. കർത്താവിൻ്റെ ജീവനുള്ള തിരുവെഴുത്തിൽ നിന്ന് ചിന്തിക്കുവാൻ നിങ്ങൾ കാണിച്ച ഈ മനസ്സ്, നിങ്ങളുടെ ഈ താല്പര്യം, ഈ ഒരുക്കം, ഇത് കർത്താവ് കണ്ടിട്ടുണ്ട് എന്ന് അതിനൊത്തവണ്ണമുള്ള മറുപടി ദൈവസന്നിധിയിൽ നിന്ന് പ്രതീക്ഷിക്കാൻ നമുക്ക് വകയുണ്ട്. കഴിഞ്ഞ ദിവസത്തെ ഈ അടുത്തയിടെയായിട്ട് നമ്മൾ ചിന്തിക്കുന്നതാണ് ആത്മമണ്ഡലത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ട് ദൈവാത്മാവിൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് പിന്നെ നമ്മൾ അടുത്ത ദിവസം ചിന്തിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ ദൈവത്തിൻ്റെ വിളിയെക്കുറിച്ച് ചിന്തിച്ചു, അല്ലേ? അങ്ങനെ ഒരു സീരീസ് ഇങ്ങനെ അങ്ങ് പൊക്കോണ്ടിരിക്കുക. അതുമായിട്ട് കണക്റ്റായിട്ട് ഓരോ ദിവസത്തെ മെസ്സേജ് നിങ്ങൾ കേട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കയറി കാണണം കേട്ടോ. അസാധാരണമായ സന്ദേശങ്ങളാണ്. പിന്നെ അതിനകത്തൊരു കാര്യം എന്നാന്ന് വെച്ചാൽ, നമ്മുടെ മെസ്സേജ് 40 മിനിറ്റിനകത്താണ് ചുരുക്കി നിർത്താൻ പ്ലാൻ ചെയ്തത്. പക്ഷേ കഴിഞ്ഞ ചില ദിവസങ്ങളിലായിട്ട് അതൊക്കെ കയ്യിൽ നിന്ന് പോയി. ഒന്നും 1 മണിക്കൂറും 1.25 മണിക്കൂറിനകത്തേക്കുള്ള സന്ദേശങ്ങളുണ്ട് ഇതിനകത്ത്. അപ്പോൾ അത് വളരെ ശ്രദ്ധയോടും സമയത്തോടു കൂടി ഇരുന്ന് കേട്ടാലേ അതിൻ്റെ പ്രയോജനമുള്ളൂ. അസാധാരണമായ ദൈവിക സാന്നിധ്യം ഉള്ള ദിവസങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസങ്ങൾ. ഞാൻ ആഗ്രഹിക്കുക ആ സാന്നിധ്യം അനുഭവിച്ച് തന്നെ ഇന്നത്തെ ശുശ്രൂഷയും ചെയ്യാൻ പറ്റണം. ജീവൻ വയ്ക്കണം, ഓരോ സന്ദേശങ്ങൾക്കകത്തും ജീവൻ വയ്ക്കണം. എങ്കിലേ അത് മറ്റുള്ളവരിലേക്ക് ആ ജീവൻ പകരപ്പെടത്തുള്ളൂ. അപ്പോൾ ദൈവിക വിളിയെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചത്. ആ ദൈവിക വിളിയുള്ള ഒരു വ്യക്തി എങ്ങനെ ആയിരിക്കുമെന്നും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിക്കാമെന്നും എന്തുകൊണ്ട് സംഭവിക്കാമെന്നും സംഭവിക്കുന്നത് കൊണ്ടുള്ള ദൈവത്തിൻ്റെ ഇടപെടലും പ്രവർത്തികളും എന്താണെന്നൊക്കെ ഇന്നലെ നമ്മൾ ചിന്തിച്ചു. ഓരോ ദിവസവും ദൈവത്തിൻ്റെ പണിശാലയ്ക്കകത്ത് ദൈവം പണിതുകൊണ്ടിരിക്കുന്നവരാണ് ദൈവമക്കൾ. ഒരു പണിയും പൂർണ്ണമായിട്ട് തീർന്ന ആയുധങ്ങളായിട്ട് ദൈവമക്കളെ ദൈവം എവിടെയും ഇറക്കിയിട്ടില്ല. ഒരു മനുഷ്യരെയും എത്ര പ്രാഗൽഭ്യമുള്ളവരാണെങ്കിലും, എത്ര ശുശ്രൂഷയിൽ വളർന്നവരാണെങ്കിലും, ശുശ്രൂഷയിൽ പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്നവരാണെങ്കിലും നമുക്കൊരിക്കലും പറയാൻ പറ്റത്തില്ല അവരെയൊക്കെ പൂർണ്ണമായിട്ട് ദൈവം പണിതിട്ട് ഇപ്പം അവരിറങ്ങി ഇത്രയും വലിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത്. അങ്ങനെയല്ല. യേശു കർത്താവിൻ്റെ മിനിസ്ട്രിയിൽ യേശു സാക്ഷ്യപ്പെടുത്തിയ ഒരു കാര്യമാണ്, ഞാൻ ചെയ്തതിനേക്കാളും ചെയ്യാനുള്ളവർ ഇനിയുണ്ട്. അതിൻ്റെ അർത്ഥം എന്താ? യേശു ചെയ്തത് പൂർണ്ണമല്ലെന്ന്, മീൻസ് ശുശ്രൂഷകൾ പൂർണ്ണമല്ലെന്നുള്ളത്. ഹീലിങ്സും ഡെലിവറൻസും ഒന്നും പൂർണ്ണമല്ല എന്നുള്ളതാണ്. ഞാൻ ചെയ്തതിനേക്കാൾ വലിയ കാര്യങ്ങൾ ചെയ്യുമെന്ന് യേശു പറഞ്ഞു. ക്രൂശിലെ കാര്യം പൂർണ്ണമാണ്. ആ കാര്യം പൂർണ്ണമാണ്. അത് പൂർത്തീകരിക്കാൻ യേശു വന്നേ. ബാക്കി കർത്താവ് ചെയ്തതിൻ്റെ ബാക്കി വേല ചെയ്യാനാണ് നമ്മളെ കർത്താവ് അനോയിൻ്റ് ചെയ്തേക്കുന്നത്. അപ്പം യേശു പറഞ്ഞു, ഞാൻ ചെയ്തതിനേക്കാളും വലിയത് എന്നിൽ വിശ്വസിക്കുന്നവൻ ചെയ്യും. അങ്ങനെയാണെങ്കിൽ യേശു പൂർണ്ണമായിട്ടും നമ്മുടെ ഈ ഭൂമിയിൽ ഈ കാര്യങ്ങൾ നമ്മൾ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന ശുശ്രൂഷകളൊന്നും ചെയ്ത് പൂർത്തീകരിച്ചിട്ടല്ല പോയത്. പകരം ചെയ്ത് കാണിച്ചിട്ട് കർത്താവിൽ വിശ്വസിക്കുന്നവനിലൂടെ ബാക്കി കാര്യം ക്രിസ്തു ചെയ്യും എന്ന ഒരു പദ്ധതിയോടെയാണ് യേശു പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേൽ പകർന്നിരിക്കുന്നത്. അങ്ങനെ ഒരു ദൈവ പൈതലിനെ അനുദിനം അവൻ്റെ പ്രാർത്ഥനാ മുറിയിലും അവൻ്റെ ജീവിതത്തിലും പണിയുന്നത് ദൈവത്തിൻ്റെ ഒരു രീതിയാണ്. യിരെമ്യാവിൻ്റെ പുസ്തകം നമ്മൾ പഠിക്കുന്ന സമയത്ത് കുശവൻ്റെ കയ്യിലെ ഒരു കളിമണ്ണിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. ഉടഞ്ഞുപോയ പാത്രങ്ങളെക്കുറിച്ച് പഠിക്കുന്നുണ്ട്. കറങ്ങുന്ന ചക്രത്തെക്കുറിച്ച് പഠിക്കുന്നുണ്ട്. ഈ കറങ്ങുന്ന ചക്രം പല കുഴച്ചു പരുവപ്പെടുത്തി ചവിട്ടി മെതിച്ച് പരുവപ്പെടുത്തി ഇട്ടിരിക്കുന്ന കളിമണ്ണിനെ പ്രതീക്ഷിച്ച കറങ്ങുന്നേ. ഈ കുശവന്റെ വിരലുകൾ ഈ ചക്രത്തിലേക്ക് കയറുന്ന ഓരോ കളിമണ്ണിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഉടഞ്ഞുപോയ പാത്രങ്ങൾ പുറത്തുനിന്നൊരു വ്യക്തി നോക്കിക്കഴിഞ്ഞാൽ ഇത് ഇദ്ദേഹം ഫ്രീ ആകുന്ന സമയത്ത് തൂത്തുകൂട്ടി എവിടെയെങ്കിലും കൊണ്ടങ്ങ് തട്ടു എന്ന് കരുതും. പക്ഷേ ആ ഉടഞ്ഞുപോയ പാത്രങ്ങളും കുശവന്റെ ഹൃദയത്തിൻ്റെ അകത്തൊരു പദ്ധതി ഇട്ടിട്ട് കാത്തുകിടക്കുന്ന ചില്ലുപാത്രങ്ങളാണ്, കാത്തുകിടക്കുന്ന പൊട്ടിയ ഓട്ടിൻ കഷ്ണങ്ങളാണ്. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, ദൈവത്തിൻ്റെ സന്നിധിക്കകത്ത് വിളിച്ച് ചേർക്കപ്പെട്ടിരിക്കുന്ന ഉടഞ്ഞതും ചതഞ്ഞതും പൊട്ടിയതും ചളുങ്ങിയതും ക്ലാവ് പിടിച്ചതും വികൃതമായതും വിരൂപമായതും ഒക്കെ അവിടങ്ങളിലായിട്ട് കുശവൻ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഹൃദയത്തിനകത്തൊരു പദ്ധതിയും
ഒരു പണിക്ക് വേണ്ടിയിട്ടുള്ള ഒരു സമയവും കണ്ടിട്ട് തന്നെയാണ് ചിലയിടത്ത് ദൈവം ചിലതുങ്ങളെയൊക്കെ കൂട്ടി വെച്ചേക്കുന്നത്. ഞാൻ ആത്മാവിൽ ഈ സന്ദേശം കൈമാറുകയാണ് പ്രിയപ്പെട്ട സുഹൃത്തെ. ഒരു ദൈവ പദ്ധതിക്കകത്തുപെട്ട ഒരു ഉടഞ്ഞ ഓട്ട് കഷ്ണമാണ് താങ്കളെങ്കിൽ, താങ്കളെ നോക്കി എനിക്കൊരു ദൈവശബ്ദം പറയാനുണ്ട്. അധികം വൈകാതെ ഉടഞ്ഞ ഓട്ട് കഷ്ണം എന്ന പേരിൽ നിന്ന് ഒരു പൂർണ്ണതയുള്ള ഒരു മൺകലം എന്നൊരു പേരിലേക്ക്, പൂർണ്ണതയുള്ള ഒരു പാത്രം എന്ന പേരിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെ മാറ്റാൻ പോവുക. പലതും ശേഖരിച്ചു വെക്കാൻ കൊള്ളാമെന്നുള്ള, എണ്ണ ശേഖരിക്കാൻ കൊള്ളാമെന്നുള്ള, വ്യാപാരം ചെയ്യാൻ കൊള്ളാമെന്നുള്ള, മൂല്യമുള്ള വ്യാപാരം ചെയ്യാൻ കൊള്ളാമെന്നുള്ള, കണ്ടാൽ കൊള്ളാമെന്നുള്ള നിലയിൽ ദൈവം നിങ്ങളുടെ രൂപവും ഭാവവും മാറ്റാൻ പോകുന്നു. അത് ദൈവത്തിൻ്റെ പണിശാലയ്ക്കകത്തിരിക്കുന്ന ഏതൊരു പാത്രത്തിൻ്റെയും, ഏതൊരു ഓട്ട് കഷ്ണത്തിൻ്റെയും, ഏത് കുഴഞ്ഞ ചേറിൻ്റെയും പ്രതീക്ഷയാണ്. ഈമേൻ. കിടക്കുന്നത് ദൈവത്തിൻ്റെ ആലയത്തിനകത്താണെങ്കിൽ, കിടക്കുന്നത് ദൈവത്തിൻ്റെ പണിശാലയ്ക്കകത്താണെങ്കിൽ, യേശുവിൻ്റെ നാമത്തിൽ ഹന്നായിക്ക് പറയാൻ ഒരു ദൂതുണ്ടായിരുന്നത് പോലെ, ഹന്നായിക്ക് പറയാൻ ഒരു സാക്ഷ്യമുണ്ടായിരുന്നത് പോലെ, കിടക്കുന്നത് ആലയത്തിനകത്താണെങ്കിൽ, വീണ് കിടന്നുരുളുന്നത് ആലയത്തിനകത്താണെങ്കിൽ, സമയം ചെലവിടുന്നത് ആലയത്തിനകത്താണെങ്കിൽ, ദൈവത്തിൻ്റെ പണിശാലയ്ക്കകത്താണെങ്കിൽ, ഇന്നല്ലെങ്കിൽ നാളെ പരുമപ്പെടുത്തി ഇട്ടിരിക്കുന്ന ചിലത് ദൈവത്തിൻ്റെ ചക്രത്തിനകത്ത് കയറും. ഉടഞ്ഞു കിടക്കുന്ന ചിലത് കുഴഞ്ഞ് ദൈവത്തിൻ്റെ ചക്രത്തിനകത്ത് കയറും. കൂട്ടിക്കിട്ടിരിക്കുന്നതിൽ ചില പങ്ക് ദൈവത്തിന്റെ ചക്രത്തിനകത്ത് കയറും. യേശുവിന്റെ നാമത്തിൽ ചിലർക്ക് വേണ്ടി ചക്രം കറങ്ങി തുടങ്ങുകയാണ്. ചിലർക്ക് വേണ്ടി ചക്രം കറങ്ങി തുടങ്ങുകയാണ്. നിന്റെ രൂപം മാറാനുള്ള സമയമായി, നിന്റെ ജീവിതം മാറാനുള്ള സമയമായി. കുശവൻ നിന്നെ നോക്കുന്നു. ആമേൻ. In the name of Jesus. ആർക്കാണ് ഈ പണിക്ക് വേണ്ടി പണിശാലയിൽ കയറാൻ പറ്റുക? വീണ്ടും ജനിച്ചവർക്കാണ് ഈ പണിശാലയ്ക്കകത്ത് കയറാൻ പറ്റുക. വീണ്ടും ജനിച്ച വ്യക്തികളെല്ലാവരും കരങ്ങൾ ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തിയേ. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 10-ാമത്തെ അധ്യായം അതിൻ്റെ 27-ാമത്തെ വാക്യം മുതൽ താഴേക്ക് വായിച്ച്, അവയെ ഞാൻ അറിയുന്നു, അവയെ ഞാൻ അറിയുകയും എന്നാ കിടക്കുന്നത്. ആരാ ഈ ഞാൻ അറിയുന്ന അവ ആരാ? യേശുവിനെ അറിഞ്ഞവരെയാ യേശു അറിയുന്നത്. കാര്യം അതിൻ്റെ തൊട്ട് മുകളിൽ 26-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നിങ്ങളോ എൻ്റെ ആടുകളുടെ കൂട്ടത്തിലുള്ളവരല്ലായികയാൽ വിശ്വസിക്കുന്നില്ല. ആരാ അപ്പൊ യേശുവിൻ്റെ കൂട്ടത്തിലുള്ള ആടുകൾ? യേശുവിൻ്റെ കൂട്ടത്തിലുള്ള ആടുകൾ ആരാന്ന് ചോദിച്ചാൽ, യേശുവിനെ വിശ്വസിക്കുകയും യേശുവിൻ്റെ ലീഡർഷിപ്പിൽ നിൽക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നവരാണ് യേശുവിൻ്റെ കൂടെയുള്ള ആടുകൾ. യേശുവിൻ്റെ ലീഡർഷിപ്പിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ആടുകളാണ് യേശുവിൻ്റെ ആടുകൾ. അങ്ങനെയുള്ളവരെ കുറിച്ച് തിരുവെഴുത്ത് പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ അറിയുന്നവൻ. ഒരു വാക്ക് വായിൽ പറയാൻ പറ്റുമോ? എന്നെ അറിയുന്ന ഒരു യേശു ഉണ്ടപ്പോ, എന്നെ അറിയുന്നൊരു യേശു ഉണ്ടപ്പോ. രക്ഷിക്കപ്പെട്ടത് എന്തിനാ? സഭയിൽ ചേരാനല്ല. സ്നാനമേറ്റത് എന്തിനാ? സഭയിൽ ചേരാനല്ല. സഭാ രജിസ്ട്രി പേര് വരാനല്ല. യേശുവിനെ അറിഞ്ഞതുകൊണ്ടും യേശു അറിയാനും വേണ്ടിയാ. ഒരു പുതിയ ജീവിതം, ഒരു പുതിയ ജനനം നമ്മൾ ജലത്തിൽ മുങ്ങി സ്നാനമേറ്റത് എന്തിനാ? സഭയിൽ ചേരാനല്ല, ക്രിസ്ത്യാനിയാകാനല്ല. അത് ജീവപുസ്തകത്തിൽ പേരെഴുതി നിത്യതയുടെ ഓഹരിക്കാരനാകാനാ. കർത്താവിൻ്റെ മരണ പുനരുത്ഥാനത്തോട് ഏകീഭവിക്കാനാ. സ്നാനമേറ്റത് കടമാറാനല്ല, ചർച്ചിൽ ചെന്നത് വീട് വെക്കാനല്ല. സ്നാനമേറ്റിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ക്രിസ്ത്യാനി ഇപ്പോൾ ആയിട്ടുണ്ടെങ്കിൽ, നിങ്ങളൊരു വീണ്ടും ജനിച്ച ഒരു കൂട്ടായ്മയിൽ പോയിക്കൊണ്ടിരിക്കുന്നെങ്കിൽ, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ അറിഞ്ഞെങ്കിൽ, പരിശുദ്ധാത്മാവിൽ ആനന്ദിക്കുന്നുവെങ്കിൽ, പരിശുദ്ധാത്മ അഭിഷേകത്തിൽ നിങ്ങൾ ചലിക്കുന്നുവെങ്കിൽ, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി നിങ്ങൾ ദാഹിക്കുന്നു, കൊതിക്കുന്നു, അതിൻ്റെ മേൽ പകരണമെന്ന് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, ഒരിക്കലും അത് ഒരു വീട് വെക്കാനോ കടഭാരം മാറാനോ മക്കളെ കെട്ടിക്കാനോ വിസ കിട്ടാനോ ജോലിയുടെ സാലറി ഇൻക്രിമെൻ്റ് ഉണ്ടാകാനോ ഒന്നിനു വേണ്ടിയിട്ടും അല്ല. അത് യേശു ക്രിസ്തുവിനെ അറിഞ്ഞതുകൊണ്ടും വിശ്വസിച്ചതുകൊണ്ടും തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ സർവസ്വവുമായി സ്വീകരിക്കണമെന്ന് നമ്മൾ മനസ്സിലാക്കിയതുകൊണ്ടും, അത് എൻ്റെ നിത്യതയുടെ ആദ്യ പടിയാണെന്ന് മനസ്സിലാക്കിയതുകൊണ്ടും, തൻ്റെ മരണ പുനരുത്ഥാനത്തോട് ഏകീഭവിക്കേണ്ടത് ആവശ്യം എന്നുള്ളത് കൊണ്ടും നാം അത് ചെയ്തിരിക്കുന്നു. അതിൻ്റെ ബ്ലെസ്സിങ് പല രീതിയിലായിരിക്കും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ അങ്ങനെ ആയതിൽ വന്ന ബ്ലെസ്സിങ്,
നമ്മൾ അങ്ങനെ ആയതുകൊണ്ട് വന്ന ബ്ലെസ്സിങ്, ദൈവത്തിൽ ആരാധിക്കുന്നത് കൊണ്ടുള്ളൊരു ബ്ലെസ്സിങ്, പരിശുദ്ധാത്മാവിൽ ആനന്ദിക്കുന്നത് കൊണ്ടുള്ളൊരു ബ്ലെസ്സിങ് പല രീതിയിൽ കാണാം. നമ്മൾ ചോദിക്കുന്ന രീതിയിലല്ല. ആകണമെന്നില്ല, ആയിക്കൂടായികയുമില്ല. കാരണം ദൈവം സ്നേഹിക്കുന്നവൻ എന്തു കൊടുക്കുന്നു എന്നാ വചനത്തിൽ പറയുന്നത്. ദൈവം തന്നെ സ്നേഹിക്കുന്നവന് ഇഷ്ടമുള്ളതുപോലെ ചെയ്യും, കൊടുക്കുന്നു. നമ്മൾ ഇന്ന് രാവിലെയാണോ ധ്യാനിച്ചത് അങ്ങനെ ഒരു വചനം? അതോ ഇന്നലെയാണോ? ഇഷ്ടമുള്ളതുപോലെ അവൻ ചെയ്യും. ആ ദൈവത്തിന്റെ ഇഷ്ടമാണ്. ഹല്ലേലൂയ. അപ്പോൾ അതെന്തിനാന്ന് ചോദിച്ചാൽ ഏറ്റവും പരമപ്രധാനമായ ഒരു ദൈവിക ആലോചനയും ഒരു സന്ദേശവും പ്രിയപ്പെട്ട സുഹൃത്തെ, അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ ഞാൻ അവയെ അറിയുന്നു. അപ്പൊ എന്നെ അറിയുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ളത് വലിയ കാര്യം. എന്നെ അറിയുന്നൊരു ദൈവം ഉണ്ടെന്നുള്ളത് ഭയങ്കര വലിയ കാര്യമാണ്. നിങ്ങൾക്ക് എത്ര പേർക്ക് അതിൻ്റെ വലിയ ആഴങ്ങളെക്കുറിച്ച് മനസ്സിലാകും എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ പറയാം, എന്നെ ദൈവം അറിയുന്നു എന്നുള്ളത്, ഒരാളെ അറിഞ്ഞാൽ പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമേ ഇല്ല. പരിചയപ്പെടുത്തുന്നതാണ് ഏറ്റവും വലിയ തലവേദന. ഈ പരിചയപ്പെടുത്താനൊന്ന് പോയി നോക്കണം. ഒരു വർഷം മുന്നേ കണ്ട ഒരാളെ നമുക്ക് വീണ്ടും ഒരു ആവശ്യം വന്നു, ആ ബന്ധം ഒന്ന് പുതുക്കാൻ നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കണം. നമുക്ക് ഈ പണി അങ്ങ് വെച്ച് നിർത്താൻ തോന്നും. അയാളെയും കൊണ്ട് നടക്കേണ്ട കാര്യം നടന്നില്ലേലും വേണ്ടുകയല്ല, അയാളെ എനിക്ക് ഓർമ്മിപ്പിക്കുകയേ വേണ്ട എന്ന് നമ്മളങ്ങ് തീരുമാനിക്കും. ഇപ്പം എൻ്റെ കുഞ്ഞിന് ഡെയിലി രാവിലെ വന്നിട്ട് എന്നെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമുണ്ടോ? എൻ്റെ വൈഫിന് എന്നെ വന്നിട്ട് ഡെയിലി പരിചയപ്പെടുത്തേണ്ട ആവശ്യമുണ്ടോ? എന്നെ മറന്നുപോയായിരുന്നു, ഞാൻ അങ്ങയുടെ ഭാര്യയാകുന്നു, പത്നിയാകുന്നു, ദയവായി എന്നെ ഓർത്താലും എന്നൊക്കെ അവൾക്ക് പറയേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. കാര്യം എന്നാ? ഞാൻ അവളെ അറിയുന്നു, അവൾ എന്നെ അറിയുന്നു. ദിവസം കാണുകയാ, ദിവസം സംസാരിക്കുക. അതാ പ്രത്യേകത. പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് എന്തെങ്കിലും ഒരു വാട്ടമുണ്ടെങ്കിൽ ദയവായി നോക്കിയാലും ഞാൻ ആകെ വാടിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് എന്നെ ഓർമ്മിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? എന്നെ ഇങ്ങനെയൊക്കെ ആക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഞാൻ നോക്കുമ്പോൾ എന്നാടി നിനക്കൊരു വാട്ടം ചോദിക്കും. എന്നോട് എന്തു പറ്റി? വല്ലാതിരിക്കുന്നല്ലോ ചോദിക്കും. അതെന്താ? അത് അറിയുന്നതിൻ്റെ പ്രത്യേകതയാണ്. ഞാൻ എവിടെയായി പറഞ്ഞു വരുന്നത് നിങ്ങൾക്ക് പിടി കിട്ടുന്നുണ്ടോ? ലൈഫിലേക്കാണ് പറഞ്ഞു വരുന്നത്. നമ്മുടെ ലൈഫിനെ കുറിച്ചും കർത്താവിനെ നമ്മളിങ്ങനെ റിമൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ പ്രാർത്ഥിക്കണം, അത് വേണ്ടെന്നല്ല. നമ്മൾ ഈ റിമൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അറിയുന്നതിൻ്റെ പ്രത്യേകത അതാ. എന്നൊന്ന് പറഞ്ഞേ, ഞാനിന്ന് അറിയേണ്ട പോലെ ഒന്ന് അറിയാൻ പോവുക. കർത്താവിനെ അറിയേണ്ട പോലെ ഒന്ന് അറിയാൻ പോവുക. അറിയണമെങ്കിൽ എന്തോ ചില സംതിങ്ങും കൂടെ കണക്റ്റ് ആകാനുണ്ട്. ഇന്ന് വൈകുന്നേരം സംഭവിച്ചൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. ഇന്ന് വൈകുന്നേരം നടന്നൊരു കാര്യം പറയാം. എൻ്റെ കാറ് ഞാൻ കാല് കൊടുക്കാതെ സാധനം ചലിക്കും. ഞാൻ ആക്സിലറേറ്റർ കൊടുക്കാതെ സാധനം ചലിക്കും. ഞാൻ നിർത്തണമെന്ന് ആഗ്രഹിച്ച ഈ സാധനം ഓടും. എന്തൊരു ഡേഞ്ചറാന്ന് ഓർത്ത് നോക്കിയേ. ഞാൻ നിർത്തണമെന്ന് ആഗ്രഹിച്ച ഈ സാധനം ഓടും. ഞാൻ ഓടണമെന്ന് ആഗ്രഹിച്ച ഈ സാധനം ചിലപ്പോൾ നിൽക്കും. അപ്പം എന്തോ സംതിങ് എറർ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പം ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന പണിയൊന്നും നോക്കിയിട്ട് നമുക്കിത് അത്ര വശമില്ല. അതുകൊണ്ട് ഇതറിയാവുന്ന ആൾക്കാരെ അങ്ങ് ഏൽപ്പിക്കാമെന്ന് വിചാരിച്ച് ഞാൻ കമ്പനി വിളിച്ചു പറഞ്ഞു. അവർ വന്ന് വണ്ടി എടുത്തുകൊണ്ട് പോയി. അവരെവിടെ ചെന്നിട്ട് എന്നെ വിളിച്ച് പറയുകയാണ്, സാർ ഈ വണ്ടിക്ക് ഒരു പ്രശ്നമുണ്ട്. ഞാൻ ഉദ്ദേശിച്ച പ്രശ്നമല്ല അത് അറിയാമെന്നുള്ളവൻ നോക്കിയത് കൊണ്ടാണ്. ഞാൻ ഉദ്ദേശിച്ചത് ക്ലച്ച് ഫേസ് പോയി എന്നാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ എനിക്കറിയാവുന്ന അതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ച പ്രശ്നമല്ല അത്. അപ്പോൾ അറിയാമെന്നുള്ളവൻ ആ വണ്ടി നോക്കിയപ്പോൾ പറഞ്ഞു, സാർ പറഞ്ഞ പ്രശ്നമല്ല ഇതിനകത്ത് സെൻസറിലേക്ക് വരാനുള്ള 2 വയർ കട്ടായി കിടപ്പുണ്ട്. എത്ര വയറാ? 2 വയർ. പക്ഷെ ഒരു കാര്യമുണ്ട്, വണ്ടി ഓടി. അത് നിങ്ങൾ അറിഞ്ഞോ? വണ്ടി ഓടി. അതെന്നെ വഴിയിലൊന്നും ആക്കിയില്ല, ദൈവത്തിൻ്റെ കൃപയാട്ടോ. വണ്ടി ഓടി, വഴിയിലാക്കിയില്ല. ഞാൻ ഇന്ധനം അടിച്ചു, വണ്ടി ഇന്ധനം കുടിച്ചു, വണ്ടിക്ക് ഇഷ്ടമുള്ള സ്പീഡിൽ വണ്ടി പോയി. അതാണ് പ്രത്യേകത. വണ്ടിക്ക് ഇഷ്ടമുള്ള സ്പീഡിൽ വണ്ടി പോയി. എൻ്റെ ഇഷ്ടത്തിന് വണ്ടി പോയില്ല, വണ്ടിക്ക് ഇഷ്ടമുള്ള സ്പീഡിൽ വണ്ടി പോയി. വണ്ടി നിർത്തണമെന്ന് ആഗ്രഹിച്ചപ്പോൾ വണ്ടി നിൽക്കും, വണ്ടി ഓടണമെന്ന് ആഗ്രഹിച്ചാൽ വണ്ടി ഓടും. അതാണ് അവസ്ഥ. കാര്യം എന്താ? ഇതിലേക്കുള്ള 2 ലൈൻ, ആ സെൻസറിലേക്കുള്ള, ചിന്തിക്കാനുള്ള ഒരു തലച്ചോറിലേക്കുള്ള, ഇപ്പം കാറിന് പോലും തലച്ചോറ് വെച്ച് കൊടുത്തിരിക്കുക, സെൻസർ വെച്ച് കൊടുത്തിരിക്കുക. അപ്പോൾ ചിന്തിക്കാനുള്ള സാധനത്തിലേക്കുള്ള 2 വയർ കട്ടായി കിടക്കുക സാർ. അതായിരുന്നു പ്രശ്നം. അവരത് കറക്റ്റ് ചെയ്ത് വൈകുന്നേരം വണ്ടി ഇവിടെ കൊണ്ടിടുകയും ചെയ്തു. അപ്പം നിങ്ങൾ ഓർത്തെ, വണ്ടി ഓടി, പക്ഷെ ഓടേണ്ട പോലെ അല്ല ഓടുന്നത്. സംതിങ് മിസ്റ്റേക്ക് ഉണ്ട്. അകത്തിരുന്ന് ഓടിക്കുന്നവനറിയാം സംതിങ് മിസ്റ്റേക്ക് ഉണ്ട്. അപ്പം ഞാൻ ഈ സാധനത്തെ ഉദ്ദേശിച്ചൊരു കാര്യമുണ്ട്, പക്ഷെ ഞാൻ ഉദ്ദേശിച്ചല്ല കാര്യം. കാരണം ഈ വണ്ടിയെ കുറിച്ച് അറിയാമെന്നുള്ളവൻ നോക്കിയപ്പോൾ വണ്ടിക്ക് അതല്ല സാർ പ്രശ്നം, 2 വയർ കട്ടായി കിടപ്പുണ്ട്.
അപ്പൊ സാധനത്തിന് ജീവൻ ഉണ്ടെങ്കിലും വേണ്ടതുപോലല്ല ജീവൻ വ്യാപരിക്കുന്നത്. കണക്ട് ആവുന്നോ? നിങ്ങൾ ഐഡിയ കിട്ടുന്നോ? അപ്പൊ അറിയാന്നുള്ളവൻ കട്ടായി കിടന്ന 2 വയർ പിടിച്ച് കണക്ട് ചെയ്തപ്പോ സാധനത്തിന് വീണ്ടും ബോധം വന്നു. അന്നേരം കാര്യം മനസ്സിലായി. അകത്തുനിന്ന് ഒരുത്തൻ കാല് കൊടുക്കുന്നു, ആ സ്പീഡിലേ പോകാവുള്ളൂ. ഇവിടെ ഗിയർ ഷിഫ്റ്റ് ചെയ്തു. അപ്പൊ ആ സ്പീഡിൽ ഞാൻ പോകും. അവനപ്പോൾ കാര്യം പിടികിട്ടി. വണ്ടിക്ക് കാര്യം പിടികിട്ടി, കാറിന് കാര്യം പിടികിട്ടി. ഇതുപോലെ ആ കാര്യം അറിയാമെന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ പിന്നെ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല, കറക്റ്റായിട്ട് സെൻസ് ചെയ്തോളും. അറിയാമെന്നുള്ളവൻ ആ വണ്ടിമേലൊന്ന് കൈവച്ചപ്പോൾ അത് ശരിയാകേണ്ടതുപോലെ ശരിയായതുപോലെ ചില മിസ്സിങ്ങും സ്റ്റാർട്ടിങ് ട്രബിളും ചില വേഗതക്കുറവുകളും എല്ലാം ചില തട്ടും മുട്ടും ശബ്ദങ്ങളും ഒക്കെ അറിയാമെന്നുള്ളവൻ്റെ കൈ അതിലേക്കൊന്ന് വന്നപ്പോൾ ഒന്ന് ശരിപ്പെട്ട് വന്ന് പിന്നെ സുതാര്യമായ ആ യാത്ര തുടരാൻ കഴിയുന്നത് പോലെ ഇന്ന് ദൈവത്തെ ഒന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ, അറിയേണ്ടതുപോലെ ഒന്ന് അറിഞ്ഞാൽ, ജീവൻ വ്യാപരിക്കേണ്ടതുപോലെ ഒന്ന് വ്യാപരിച്ചാൽ, 2 വയർ കട്ടായി കിടന്നപ്പോൾ ആ 2 വയറിൽ നിന്ന് ഈ സെൻസറിലേക്ക് വരേണ്ട ജീവൻ വരാത്തത് കൊണ്ടാണ് വണ്ടിക്ക് ചെറിയ ചാട്ടവും ബഹളവും ശബ്ദവും പിണക്കവും ഒക്കെ ഉണ്ടായതുപോലെ എവിടെയൊക്കെയോ ക്രിസ്തീയ ജീവിതത്തിന്റെ വയറുകൾ കട്ടായി കിടപ്പുണ്ടെങ്കിൽ കാര്യം ചെറിയ വയറൊക്കെ ആയിരിക്കും, വലിയ സംഭവമൊന്നുമല്ല. വണ്ടി 2 പ്രാവശ്യമൊക്കെ ഒന്ന് കീ കൊടുക്കുന്ന സമയത്ത് ചിലപ്പോൾ ചാടി സ്റ്റാർട്ടായി എന്നൊക്കെ ഇരിക്കും, ഞാനിവിടെ ഉണ്ടെന്നൊക്കെ പറഞ്ഞെന്നൊക്കെ ഇരിക്കും. പക്ഷേ എവിടെയോ നാരുകൾ പോലെ ചില ലൈന് കട്ടായി കിടന്നാൽ മതി സുഹൃത്തെ, നീ ശരിയായ ദിശയിലേക്ക് ഓടിത്തുടങ്ങുമ്പോഴായിരിക്കും ചിലപ്പോൾ തട്ടുമുട്ടും ശബ്ദമൊക്കെ കേൾക്കുന്നത്. യേശുവിൻ്റെ നാമത്തിൽ എവിടെയെങ്കിലുമൊക്കെ നാരുകൾ പിടിച്ച് കണക്റ്റ് ആക്കാനുണ്ടെങ്കിൽ, വയറുകൾ പിടിച്ച് കണക്ട് ചെയ്യാനുണ്ടെങ്കിൽ ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ കണക്ട് ചെയ്തോ. നിന്നെ അറിയുന്നൊരു ദൈവം ഇന്ന് സംസാരിക്കുകയാണ്. തിരുവെഴുത്ത് പറയുന്നു, നിങ്ങളോ എൻ്റെ ആട്ടിൻകൂട്ടത്തിലുള്ളവരല്ലായികയാൽ. അപ്പൊ ഞാൻ ദൈവത്തിൻ്റെ പണിശാലയ്ക്കകത്ത് കയറിയതിൻ്റെ കാരണം എന്നെ അറിഞ്ഞതുകൊണ്ടാണ്. സ്തോത്രം. ഞാൻ അതിനായി എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. പല പണിശാലകൾക്കകത്തും പണിക്ക് വിധേയപ്പെട്ടിട്ടും പണിയപ്പെടാതെ ശരിയായ പണിശാലയിലേക്ക് കർത്താവ് എന്നെ എടുത്തോണ്ട് പോയപ്പോഴാ ഞാൻ ശരിയായ. ഞാൻ അവരെ അറിയുന്നവൻ. എന്നെ കാണുന്ന പ്രിയപ്പെട്ട സുഹൃത്തെ, ഇതൊരു പ്രസംഗത്തിനു വേണ്ടി പ്രസംഗിക്കുന്നതല്ല. ഇത് വായിച്ചിട്ട് എൻ്റെ അകത്ത് കത്തുന്നത് കൊണ്ട് ഞാൻ അങ്ങനെ തന്നെ പറയുന്നതാ. അറിയുന്ന ഒരു ദൈവം ഉണ്ട്, അത് സത്യം. ആരൊക്കെ ഇല്ല എന്ന് പറഞ്ഞാലും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഒക്കെ ജീവിതാനുഭവം വെച്ച് പറഞ്ഞാൽ അറിയുന്നൊരു ദൈവം ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഇന്നും കൂടെ സംസാരിച്ച കാര്യം. അതൊക്കെ ഇന്നും കൂടെ ഈ മീറ്റിങ്ങിന് കയറുന്നതിന് ഒരു മണിക്കൂർ മുന്നേ കൂടി ഈ കാര്യങ്ങളൊക്കെ ഞങ്ങൾ സംസാരിക്കുമായിരുന്നു. അറിയുന്ന ഒരു ദൈവം ഉണ്ടപ്പ. പക്ഷെ ഒരു കാര്യം, നമ്മൾ അറിഞ്ഞവനൊത്തവണ്ണം ജീവിക്കണം. കാര്യം എന്നാ, കൂട്ടം തെറ്റിപ്പോകാൻ 1 സെക്കൻഡ് മതി. അറിഞ്ഞിട്ടും കൂട്ടം തെറ്റിപ്പോകാൻ 1 സെക്കൻഡ് മതി. നിങ്ങൾ എൻ്റെ കാട്ടിൻ കൂട്ടത്തിലുള്ളവരല്ലായികയാൽ വിശ്വസിക്കുന്നില്ല. വിശ്വസിക്കാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. കർത്താവിൻ്റെ വായിൽ നിന്ന് കേട്ടിട്ട് വിശ്വസിക്കാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ അതാ പറഞ്ഞത്, ഞാൻ പറയുന്നത് നിങ്ങൾ എന്നെ ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നില്ല, അത് നിങ്ങൾ എൻ്റെ കൂടെ ഉള്ളവരല്ല, അതുകൊണ്ടാ. അപ്പൊ കർത്താവിൻ്റെ കൂടെ ആകണമെന്നുണ്ടെങ്കിലും വേണം ഒരു തെരഞ്ഞെടുപ്പ്. ഇത് വിളിക്കകത്ത് വരുന്ന കാര്യമാണ്. നിങ്ങളെ വിളിച്ച വിളിക്കകത്ത് വരുന്ന കാര്യമായി ഈ തെരഞ്ഞെടുപ്പ് എന്നുള്ളത്. ഈ തെരഞ്ഞെടുത്തത് കൊണ്ടാണ് നമുക്ക് ഈ ഇത്രയും പ്രതിസന്ധികൾ വന്നിട്ടും നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നത്. അറിയുന്നൊരു ദൈവം ഉള്ളത് കൊണ്ടാണ്. ഇനി ഒരു കാര്യം കൂടെ നിങ്ങൾ അറിഞ്ഞോ, നിങ്ങളെ അറിയുന്നൊരു ദൈവമുണ്ടെന്ന് പറഞ്ഞ ദൈവം ചെയ്യുന്ന ഒരു അദൃശ്യമായ കാര്യം, നമ്മൾ പോലും അറിയാതെ നമ്മൾ അറിയുന്ന ദൈവം പല നീക്കുപോക്കുകളും ലഘൂകരണങ്ങളും നമ്മുടെ ജീവിതത്തിൽ പല പ്രാവശ്യങ്ങളിലായി ചെയ്തു കഴിഞ്ഞു, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ അവയെ അറിയുകയും. അറിയുന്ന ഒരു ദൈവം ഉണ്ടാകുക എന്ന് പറയുന്നതും, അറിയുന്ന ഒരാള് നമ്മളെ ലിസൺ ചെയ്യുന്ന, നമ്മളെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന ഒരാളുണ്ടാകുക എന്ന് പറയുന്നതും ഭയങ്കര വലിയ കാര്യമാണ്, ഭയങ്കര ബെടാ കാര്യമാണ്. നമ്മളെ ലിസൺ ചെയ്യുകയും നമ്മളെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുകയും ചെയ്യുന്ന ഒരാളുണ്ടാകുക. അങ്ങനെ ഒരാൾ നമുക്ക് വേണ്ടി ടൈം വേർതിരിക്കുക എന്ന് പറയുന്നത് അതൊട്ടും ചെറിയൊരു കാര്യമല്ല, വലിയ കാര്യമാണ്. അപ്പൊ അറിയുന്ന ദൈവം ഇവിടെ പറയുന്നുണ്ട്, അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു. നമ്മളെ ദൈവത്തിന് അറിയാമെന്നുള്ളത് കൊണ്ട് നമുക്കും കർത്താവിനും ഇടയിലുള്ള ഏറ്റവും വലിയൊരു സ്വാതന്ത്ര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് അക്സസിബിലിറ്റി ഉണ്ട്. ദൈവവുമായിട്ടൊരു അക്സസിബിലിറ്റി ഉണ്ട്. ക്ലിയർ?
ദൈവവുമായിട്ടൊരു അക്സസിബിലിറ്റി ഉണ്ട്. എനിക്ക് അക്സസ് ചെയ്യാൻ കഴിയുന്ന ഒരു പോർട്ടലാണ് ഹെവൻ. എനിക്ക് അക്സസ് ചെയ്യാൻ കഴിയുന്ന ഒരു ജംഗ്ഷനാണ് ഹെവൻ. നമ്മളതിനെ ആത്മമണ്ഡലം എന്ന് കഴിഞ്ഞ പ്രാവശ്യം ചിന്തിച്ചു. ആത്മമണ്ഡലം, എനിക്ക് അക്സസ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലം. ഈ ദൈവസന്നിധിയിലൊക്കെ അക്സസ് കിട്ടുക എന്ന് പറഞ്ഞാൽ തോന്നുന്നുണ്ടോ ചെറിയ കാര്യം? നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് വിടുതൽ കിട്ടുന്നുണ്ടോ? ഉണ്ട് അല്ലേ? ഉണ്ട് പാസ്റ്ററെ. കുറച്ച് വിഷയങ്ങൾക്കൊക്കെ വിടുതൽ കിട്ടാനുണ്ട്, എങ്കിലും ഞാൻ പ്രാർത്ഥിച്ചിട്ടൊക്കെ വ്യത്യാസമുണ്ട് പാസ്റ്ററെ. എന്തുകൊണ്ടെന്നാ നിങ്ങളുടെ ചിന്ത? അറിഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരിക. നിങ്ങൾക്ക് ഒരു ഹെവൻലി അക്സസിബിലിറ്റി ഉള്ളത് കൊണ്ടും നിങ്ങൾക്കൊരു അക്സെപ്റ്റബിലിറ്റി ഉള്ളത് കൊണ്ടാണ് നിങ്ങൾക്കത് അക്സസ് ചെയ്യാനായിട്ട് കഴിയുന്നത്. നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു കൂട്ടം ആത്മമണ്ഡലത്തിൽ ഉള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് ചിലതിനെ അക്സസ് ചെയ്യാൻ പറ്റുന്നത്, പിടിച്ചെടുക്കാൻ പറ്റുന്നത്, ക്ലൈം ചെയ്യാൻ പറ്റുന്നത്. അത് അറിയുന്നത് കൊണ്ടാണ്. ആര്? ദൈവം എന്നെ, ഞാൻ ദൈവത്തെ. ഇതൊക്കെ ദൈവത്തിന്റെ പണിശാലയ്ക്കകത്ത് നടക്കുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് കുഴപ്പമില്ല പാസ്റ്ററെ, വിടുതലുണ്ട് പാസ്റ്ററെ, ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയണമെങ്കിൽ പോലും പ്രിയപ്പെട്ട ദൈവജനമേ, നമുക്ക് ദൈവസന്നിധിയിൽ ഒരു അക്സസ് കിട്ടണം. ഒരു അക്സസ് കിട്ടിയാലേ അത് പറ്റുള്ളൂ. ഇന്ന് പരിശുദ്ധാത്മാവ് ചിലരെ ഹെവനുമായിട്ട് ഒന്ന് റിസ്റ്റോർ ചെയ്യാൻ പോവാട്ടോ. സ്വർഗവുമായിട്ടൊന്ന് റിസ്റ്റോർ ചെയ്യാൻ പോവാ. സ്വർഗതലങ്ങളുമായിട്ടൊന്ന് റിസ്റ്റോർ ചെയ്യാൻ പോവാ. ഹല്ലേലൂയ. കാരണം എന്നെ ആരും മനസ്സിലാക്കുന്നില്ല എന്ന് പറയുന്നവർ ഇതിനകത്തുണ്ട്. എന്നെ ആരും കേൾക്കുന്നില്ല, എൻ്റെ ഒന്നും പ്രശ്നങ്ങളൊന്നും ആർക്കും പറഞ്ഞങ്ങോട്ട് മനസ്സിലാവണില്ല എന്ന് പറയുന്ന ഒരു കൂട്ടമുണ്ട്. ആ കർത്താവ് നിങ്ങളുടെ വേദന അറിഞ്ഞിട്ടാകണം ഇന്ന് ഈ തിരുവെഴുത്ത് എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചത്. ഇതിനെ ഇങ്ങനെ വിശകലനം ചെയ്യുന്നു. ഇത് ഇങ്ങനെ പ്രസംഗിക്കേണ്ട ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിനെ ഇങ്ങനെയാണ് പ്രസംഗിക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് പ്രസംഗമല്ല, ഇത് ദൈവം ആരോടൊക്കെ വ്യക്തിപരമായി സംസാരിക്കുകയാണ്. കർത്താവ് എല്ലാ ദിവസവും അങ്ങനെ തന്നെ ആയിരിക്കട്ടെ. എനിക്ക് പ്രസംഗിക്കുകയേ വേണ്ട. ഞാൻ പ്രസംഗിച്ചപ്പോൾ ഫെയിലായിരുന്നു. ഞാൻ എപ്പോഴും പറയാറുണ്ട് നിങ്ങളുടെ അടുത്ത്, എൻ്റെ തുടക്ക സമയങ്ങളിലൊക്കെ ഞാൻ പ്രസംഗിച്ചപ്പോൾ ഞാൻ ഫെയിലായിരുന്നു. കാരണം പ്രസംഗം തന്നെ പ്രസംഗം. ഒരു വാക്യം വായിക്കുന്നു, അത് കഴിഞ്ഞ് അതിന്റെ അടുത്ത റെഫറൻസ് എടുക്കുന്നു, അത് കഴിഞ്ഞ് പിന്നെ അടുത്ത റെഫറൻസ്. അതായത് പ്രസംഗം. സ്തോത്രം. പക്ഷെ പിന്നെ എൻ്റെ പ്രാർത്ഥന ചെയ്ത ദൈവമേ, സംസാരിക്കണം, ജനത്തോട് സംസാരിക്കണം. പ്രസംഗം കേൾക്കാൻ ഇഷ്ടമുള്ളവരുണ്ട്. അവർക്ക് നമ്മുടെ ഈ മെസ്സേജ് പിടിക്കൂല. കാരണം ഇത് ആത്മാവുള്ളതാ, ഇത് ആത്മാവുള്ളവനുള്ളതാ. പറഞ്ഞേ, ഇത് എനിക്കുള്ളതാന്ന് പറഞ്ഞേ, ഇത് എനിക്കുള്ളതാ. ഹല്ലേലൂയ. ഹെവനുമായിട്ടൊരു അക്സസ് കിട്ടിയാലേ നമുക്ക് എന്തോ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഹെവനുമായിട്ട് നമുക്കൊരു അക്സസ് കിട്ടിയാലേ നമുക്ക് ചില കാര്യങ്ങൾ ഡിമാൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ വീട്ടിൽ വന്ന് ഒരു സ്ക്രൂ ഡ്രൈവർ ഒരാൾ മേടിച്ചുകൊണ്ട് പോകാൻ വന്നെന്ന് വെച്ചോളൂ. ഒരു സ്ക്രൂ ഡ്രൈവർ. അപ്പോൾ എൻ്റെ വീടിൻ്റെ പരിസരത്തുള്ളത് ഞാൻ കണ്ടിട്ടുള്ളതൊക്കെ ഉള്ള ആളാണെങ്കിൽ ഞാൻ എന്തോ ചെയ്യും? ഞാൻ എൻ്റെ ടൂൾസ് ബോക്സിൽ നിന്ന് എടുത്ത് ഞാൻ കൊടുക്കും. എന്നാൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരാളാണ് ഞാൻ ചോദിക്കും, നിങ്ങളാരാ? എവിടുന്നാ? എവിടത്തേക്ക് കൊണ്ടുപോകാനാ? എപ്പോൾ കൊണ്ടുവരും? ഞാൻ ചോദിക്കും, ഇല്ലേ? അതെന്താന്ന് ചോദിച്ചാൽ അത് ഞാനും അദ്ദേഹവും തമ്മിൽ അറിയാത്തത് കൊണ്ടാണ്. എന്നാൽ അതേ സമയം ഞങ്ങൾ തമ്മിൽ അറിയുന്നൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ്ലി ഇത്രയും സംസാരത്തിൻ്റെയോ വിശകലനത്തിൻ്റെയോ ഒന്നും ആവശ്യമില്ല. എനിക്കൊരു സ്ക്രൂ ഡ്രൈവർ വേണം എന്ന് പറയുമ്പോഴത്തേക്ക് അതിനാ എന്താ പറ്റിയ പ്രശ്നം എന്ന് ചോദിക്കുക മാത്രമേ ഉള്ളൂ. നമ്മളെടുത്ത് സാധനം കൊടുക്കും, പിന്നെ പുള്ളി കൊണ്ടുവരുമ്പോൾ കൊണ്ടുവരട്ടെ എന്ന് നമ്മൾ ചിന്തിക്കും. കാര്യം നമുക്കറിയാമല്ലോ, അത്യാവശ്യം ഉണ്ടെങ്കിലും പോയി മേടിക്കാമല്ലോ. ഈ ചിന്തയാണ് നമ്മുടേത്. ഇതാണ് സ്വർഗത്തിലേക്ക് നമ്മുടെ പ്രാർത്ഥന ചെല്ലുകയും ദൈവമേ ഇത് ഞാനാകുന്നു എന്ന് പറഞ്ഞ് നമ്മൾ ദൈവസന്നിധിയിൽ അങ്ങോട്ട് താഴ്ത്തി സമർപ്പിച്ച് പ്രാർത്ഥിച്ച് തുടങ്ങുകയും ചെയ്യുമ്പോൾ അവിടെ ദൂതന്മാർക്ക് കൺഫ്യൂഷനില്ല. ഇതാരടാ എന്നൊരു കൺഫ്യൂഷനില്ല. കാരണം ദൈവരാജ്യം മുഴുവനും അറിയുന്ന ഒരുവനാണ് ദൈവത്തിൻ്റെ പണിശാലയ്ക്കകത്ത് പണിയപ്പെടുന്നവൻ, ദൈവത്തിൻ്റെ വിളിക്കകത്തുള്ളവൻ. ആർക്കും കൺഫ്യൂഷൻ ഇല്ല. വല്ലപ്പോഴും ഒക്കെ കയറി ചെല്ലുമ്പോഴാണ് എവിടെയോ പാത്ത മാതിരി ഇരിക്കേ എന്ന് ചിന്തിക്കുന്നത്. വല്ലപ്പോഴും ഒക്കെ നമ്മൾ ഈ കയറി ചെല്ലുന്ന ചില ആൾക്കാരുണ്ട്. വല്ലപ്പോഴും കയറി ചെല്ലുന്ന ചില ആൾക്കാരാണ് എങ്കയോ പാത്ത മാതിരി ഇരിക്കേ എന്ന് ചിന്തിക്കും ദൂതന്മാർ. ഞാൻ എങ്ങനെ തമാശയ്ക്ക് പറയുകയാണെങ്കിലും ഇതിനകത്ത് ഇച്ചിരി കാര്യമുണ്ടെന്ന് വെച്ചോ. സ്തോത്രം.
പക്ഷെ അങ്ങനെ അല്ല കേട്ടോ, അങ്ങനെ ആകരുത്. അറിയുന്നവരുമായിട്ട് നമ്മൾ അറ്റ്ലീസ്റ്റ് വാട്സാപ്പിലെങ്കിലും ഒരു ഹായ് നമ്മൾ പറയാറുണ്ട്, വല്ലപ്പോഴെങ്കിലും നമ്മൾ ഒരു ഹായ് പറയാറുണ്ട്. എന്ന് പറഞ്ഞാൽ നീണ്ട ഇടവേളകൾക്ക് ശേഷമൊന്നും അല്ല, നമ്മൾ ബന്ധം പുതുക്കാറുണ്ട്, പുതുക്കണം. അതങ്ങനെയാണ്, അതാണ് ബന്ധം. എന്തിനാ ബന്ധം? കാര്യം നടക്കാനല്ല ബന്ധം. എന്തിനാ ബന്ധം? സ്നേഹം നിലനിർത്താനാണ് ബന്ധം. അപ്പോ ഇവിടെ കർത്താവിന്റെ സന്നിധിയെക്കുറിച്ച് പറയാണ്, ദൈവം അറിയുന്ന ഒരു വ്യക്തിയുടെ അടുത്ത് ദൈവം ദിവസവും ദിവസവും ഇറങ്ങി വന്നത് ഉൽപ്പത്തി മുതൽ സാക്ഷ്യപ്പെടുത്തിയേക്കുക. നമ്മളൊന്ന് ചിന്തിക്കണം. ദൈവം അറിഞ്ഞ വ്യക്തിയെ ദൈവം 2000 വന്നിട്ട് പിന്നെ 2015 വന്നു എന്നല്ല, 2015 വന്നിട്ട് പിന്നെ 2017 ഒന്ന് ബന്ധം പുതുക്കാൻ വന്നു എന്നല്ല, പിന്നെ 2025 പൊങ്ങാം എന്ന് വിചാരിച്ചു എന്നുമല്ല. കർത്താവിനെ അറിഞ്ഞവനും കർത്താവ് അറിഞ്ഞവന്റെ അരികിൽ ഡെയിലി വെയിലറിയിപ്പ് ഇറങ്ങി വന്നു എന്നാ പറയുന്നത്. ഹല്ലേലൂയ. സന്തോഷം ഉണ്ടെങ്കിൽ നിങ്ങളൊരു ഹല്ലേലൂയ പറയും. നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമുള്ളതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പൊ ഡെയിലി ഇറങ്ങി വന്നതിന്റെ പിന്നിലും കാരണമുണ്ട്. ദിവസവും നിറയപ്പെടണം, ദിവസവും ആ ബന്ധത്തിനകത്തുള്ള സ്നേഹം കൊണ്ട് നിറയപ്പെടണം. ദൈവത്തിന്റെ പണിശാലയ്ക്കകത്ത് നമ്മൾ കയറി കഴിഞ്ഞാൽ കർത്താവ് നിത്യവും നമ്മളെ പണിയും, ദിവസവും പണിയും. എന്നും പണിയപ്പെടാൻ ആഗ്രഹിക്കുന്ന എത്ര ദൈവമക്കളുണ്ട് ഇതിനകത്ത്? എന്നും പണിയപ്പെടാൻ ആഗ്രഹിക്കുന്ന എത്ര ദൈവമക്കളുണ്ട്? ഇത്രയും പേരെ ഓർത്ത് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. ദിവസവും പണിയപ്പെടും. ഇവിടെ തിരുവെടുത്ത് പറയുകയാണ്, അവ എന്നെ അനുഗമിക്കുകയും ചെയ്യും. ഞാൻ അവനെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു. നിങ്ങളിത് ശ്രദ്ധിക്കണം. ഈ ജീവിതത്തിൽ എന്തുകൊണ്ടാണെന്നറിയാമോ ഈ മിസ്സിങ് വരുന്നത് എന്താണെന്നറിയാമോ? നമുക്ക് എല്ലാ ദിവസവും ഒരേ ഉന്മേഷം കാണണമെന്നില്ല, നമ്മൾ എല്ലാ ദിവസവും ഒരേ ആറ്റിറ്റ്യൂഡ് ആയിരിക്കണമെന്നില്ല. എന്തുകൊണ്ടാണെന്നറിയാം? പക്ഷെ അങ്ങനെ ആകണം. എന്നാൽ എല്ലാ ദിവസവും നമുക്ക് ഒരേ ആറ്റിറ്റ്യൂഡ് ആകണമെന്നില്ല, ഒരേ മൈൻഡ് ആകണമെന്നില്ല, ഒരു ഉന്മേഷം എല്ലാ ദിവസവും ഒരേ ഉന്മേഷം ആകണമെന്നില്ല, എല്ലാ ദിവസവും ഭയങ്കര ഹാപ്പി ആയിരിക്കണമെന്നില്ല. നമ്മൾ എന്തുകൊണ്ടാണെന്നറിയാമോ ഇങ്ങനെ ഈ വാടിപ്പോകുന്നത്? ലോകപരമായി ഇതൊക്കെ പല കാര്യങ്ങൾ പറയും. വൈറ്റമിൻസിൻ്റെ കുറവുകൊണ്ടാണെന്നും പല അസുഖത്തിൻ്റെ തുടക്കമാണെന്നും അത് കുറഞ്ഞുകൊണ്ടാണെന്നും ഇത് കൂടിയത് കൊണ്ടാണെന്നും ഒക്കെ പറയും. പക്ഷേ അങ്ങനെ ഒരു സമ്പ്രദായം, അങ്ങനെ ഒരു സിസ്റ്റം ഹ്യൂമൻ ഡെവലപ്മെന്റിനകത്ത് ഇല്ല എന്നുള്ളത് പൗലോസ് പറഞ്ഞതാണ്. ഹ്യൂമൻ ക്രിയേഷനകത്ത് അങ്ങനെ ഒരു സംഭവം ഇല്ല എന്നുള്ളത് പൗലോസ് പറഞ്ഞതാ. അതുകൊണ്ടാണ് എപ്പോഴും സന്തോഷിപ്പീൻ എന്ന് അദ്ദേഹം പറഞ്ഞത്. ഫിലിപ്പിയർക്ക് ലേഖനം എഴുതിയപ്പോൾ എപ്പോഴും സന്തോഷിപ്പീൻ എന്ന് പറഞ്ഞത് ഈ മൂഡ് സ്വിങ്സ് വരുന്നവരാണ് മനുഷ്യർ എന്ന് അദ്ദേഹം അങ്ങനെ അങ്ങ് കരുതിയിരുന്നെങ്കിൽ എപ്പോഴും സന്തോഷിക്കാൻ പറയുന്നതിനകത്ത് എന്തോ പരിവക്കേടുണ്ട്. ഇപ്പൊ മൂഡ് സ്വിങ്സ് മൂഡിനനുസരിച്ച് ജീവിക്കുന്നവർക്കും സ്പിരിച്വൽ എനർജി അത് സ്പിരിറ്റിനനുസരിച്ച് ജീവിക്കുന്നവർക്കും ഉള്ളതാണ്. അത് ദൈവം അറിയുന്നവർക്ക് കൊടുക്കുന്ന ഒന്നാണ്. എന്തുകൊണ്ടാണ് രോഗം നമ്മളെ ബ്ലോക്ക് ചെയ്യുന്നതെന്നറിയാവോ? നമ്മുടെ ആ സ്പിരിച്വൽ എനർജിക്കകത്ത് നമ്മൾ രോഗം വരത്തില്ല എന്നല്ല കേട്ടോ, രോഗം വരാം, നമ്മൾ ചികിത്സ തേടാം, മെഡിസിൻസ് കഴിക്കാം, അതൊക്കെ സംഭവിക്കും. പക്ഷെ മെഡിസിൻസിന് അടിമപ്പെടാൻ ദൈവം അനുവദിക്കത്തില്ല. അതിനെക്കുറിച്ച് വിശദീകരിക്കണമെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ദൈവത്തിന് സൗഖ്യമാക്കാൻ പറ്റൂലേ, പിന്നെ നിങ്ങൾ അതൊന്നും ചോദിച്ചിങ്ങോട്ട് വരണ്ട, അതൊക്കെ വേറെ ഒത്തിരി കാര്യങ്ങൾ അതിനെക്കുറിച്ച് സംസാരിക്കാനുണ്ട്. ഹല്ലേലൂയ. പക്ഷെ ഒന്നും ഒരു നാളും നിങ്ങൾക്ക് ദോഷം വരുത്തത്തില്ലെന്ന് പറഞ്ഞ വാക്കാരുടെയാ? യേശുവിൻ്റെയാ. ഒന്നും ഒരു നാളും ഒരു ദോഷവും നിങ്ങൾക്ക് വരുത്തത്തില്ലെന്ന് പറഞ്ഞ വാക്ക് യേശുവിൻ്റെതാണ്. അപ്പൊ ദോഷം വരുത്താതെ നമ്മളെ നടത്തുന്ന ആത്മാവാണ് ദൈവത്തിൻ്റെ ആത്മാവ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ദോഷവും വരുത്തത്തില്ല. കാര്യം നിങ്ങൾ വലിയ രീതിയിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കാം, വലിയ രീതിയിൽ നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുകയായിരിക്കാം, നിങ്ങൾ ആകെ മൊത്തം കെട്ടപ്പെട്ട അനുഭവത്തിലായിരിക്കാം. പക്ഷെ കർത്താവിൻ്റെ വാക്ക് നിങ്ങൾക്ക് വിശ്വസിക്കാം, ഒന്നും ഒരു നാളും ഒരു ദോഷവും നിനക്ക് വരുത്തത്തില്ല. അപ്പോൾ ദൈവത്തെ അറിഞ്ഞവർക്ക് കർത്താവ് കൊടുക്കുന്ന ഒന്നാണ് ദൈവിക സന്തോഷം. അപ്പോൾ ഏദൻ്റെ അകത്ത് ദൈവിക സന്തോഷം നിലനിന്നിരുന്നു. ഇതിൻ്റെ നേരെയാ സാത്താന് കണ്ണുകടി വന്നേ. ഏദൻ്റെ അകത്ത് ആ ഒരു ദൈവസ്നേഹവും ദൈവസാന്നിധ്യവും ഉണ്ടായിരുന്നു. അതിനകത്ത് മൂഡ് സ്വിങ്സ് ഇല്ല, ബോറടിയില്ല. ഇന്ന് മീറ്റിങ്ങിൽ കയറാനൊരു ഊർജ്ജമില്ല, ഇന്ന് ചർച്ചയിൽ പോകാൻ തോന്നുന്നില്ല, ഇന്ന് ആരാധിക്കാൻ തോന്നുന്നില്ല, ഇന്ന് എന്തോ ഒരു മൂഡില്ല, ഇന്ന് എനിക്ക് എന്തോ പ്രാർത്ഥിക്കാൻ അങ്ങോട്ട് തോന്നുന്നില്ല. ഈ മൂഡ് സ്വിങ്സ് നമ്മളെ അറ്റാക്ക് ചെയ്യുന്നതിൻ്റെ കാരണം നമ്മൾ
ഈ മൂഡിനനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ പ്രവർത്തിക്കത്തുള്ളൂ എന്ന് തീരുമാനിക്കുന്നത് കൊണ്ടും നമ്മുടെ മനോവികാരത്തിനനുസരിച്ച് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് കൊണ്ടുമാണ്. പക്ഷെ പരിശുദ്ധാത്മാവിൽ ഒരു ദിവസം ആരംഭിച്ചാൽ, പരിശുദ്ധാത്മാവിൽ ഒരു ദിവസം തുടങ്ങിയാൽ, പരിശുദ്ധാത്മാവിൽ ഒരു ദിവസത്തെ കാര്യങ്ങൾ ഷെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞാൽ അതെല്ലാം ലീഡ് ചെയ്യുന്ന ഒരു ആത്മമണ്ഡലം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിനകത്തുണ്ട്. പൗലോസ് അത് അറിഞ്ഞ വ്യക്തിയായോണ്ട് പറഞ്ഞു, എപ്പോഴും സന്തോഷിപ്പിൻ. പ്രശ്നം കല്ലറിഞ്ഞോ? സന്തോഷിപ്പിൻ. നിന്റെ പുതപ്പ് എടുത്തോണ്ട് പോയോ? യേശു പറഞ്ഞു, നീ സന്തോഷിപ്പിൻ. എന്നിട്ടൊരു കാര്യം കൂടെ ചെയ്യ്, നിന്റെ വസ്ത്രം എടുത്തോണ്ട് പോയോ, നിന്റെ പുതപ്പ് കൂടെ കൊടുക്കുക, സന്തോഷിപ്പിൻ. കേൾക്കുമ്പോൾ നമുക്ക് ചിരി വരും. പക്ഷേ ഇതിനകത്തെല്ലാം നമ്മൾ റീഡ് ചെയ്യാനുള്ള ഒരുപാട് പല കോഡുകളിലാണ് ഇത് ആത്മമണ്ഡലത്തിനകത്ത് ഇട്ട് വെച്ചേക്കുന്നത്. പല കോഡുകളിൽ ഇട്ട് വെച്ചേക്കുന്നത്. കർത്താവ് അത് ജീവനുള്ളവൻ ആ കോഡുകൾ ഏൽപ്പിക്കും. അതിനെ വിശകലനം ചെയ്യും. അതിനെ ദൈവം തിരുത്തി വിശകലനം ചെയ്തു കൊടുക്കും. ഞാൻ ആത്മാവിലൊരു കാര്യം മനസ്സിലാക്കുകയാണ്. എൻ്റെ സ്പിരിറ്റിൽ എനിക്കത് സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒത്തിരി സ്നേഹിച്ചവർ നിങ്ങളുടെ കയ്യിൽ നിന്ന് പലതും തട്ടിപ്പറിച്ചു കൊണ്ടുപോയിട്ട് ആ വേദനയ്ക്കകത്ത് ഇതിനകത്തിരിക്കുന്നവരുണ്ട്. സഹോദരങ്ങൾ തന്നെ സഹോദരൻ്റെയോ സഹോദരിയുടെയോ വസ്തു കൈവശപ്പെടുത്തുക, വ്യക്തികളെ കൈവശപ്പെടുത്തുക, ബന്ധങ്ങളെ കൈവശപ്പെടുത്തുക, സ്നേഹം കൈവശപ്പെടുത്തുക, പണം കൈവശപ്പെടുത്തുക, പദവി കൈവശപ്പെടുത്തുക, പ്രമോഷൻ കൈവശപ്പെടുത്തുക, ഇങ്ങനെ സ്നേഹിച്ച് കൂടെ നിന്നിട്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് കവർന്നെടുത്തുകൊണ്ട് പോയ ആ വേദനയിൽ നിൽക്കുന്ന ചിലരോട് ദൈവാത്മാവ് പറയുന്നു, നിങ്ങൾ താഴ്ന്നു പോകത്തില്ല, നിങ്ങൾക്കൊന്നും ഒരു നാളും നിങ്ങൾക്ക് ഒരു ദോഷവും വരുത്തത്തില്ലെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളെ അറിയുന്നത് കൊണ്ടാണ്. അറിയുന്നവനുണ്ട് സഹോദര, അറിയുന്നവനുണ്ട് സഹോദരി. പ്രിയപ്പെട്ട സുഹൃത്തെ, തിരുവെഴുത്ത് വ്യക്തമായി പറയുന്നു, ഞാൻ അവയെ അറിയുന്നു. നിങ്ങൾ നീ അനുഭവിക്കുന്ന വേദനയും നൊമ്പരങ്ങളും എല്ലാം ഇല്ലായ്മയും വരൾച്ചയും ദാരിദ്ര്യവും എല്ലാം അറിയുന്ന ഒരു ദൈവമുണ്ട്. അറിയുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ദൈവം ഒരു വ്യക്തി അറിയുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ അറിയുന്നത് പോലെ അല്ല. ദൈവം ഒരു വ്യക്തി അറിയുന്നു എന്ന് പറഞ്ഞാൽ മനുഷ്യരറിയുന്നത് പോലെ അല്ല. ദൈവം ഒരു വ്യക്തി അറിയുന്നു എന്ന് പറഞ്ഞാൽ അവൻ്റെ 3 പാർട്ടിനെ കുറിച്ചും കർത്താവ് വ്യക്തമായിട്ട് മനസ്സിലാക്കും. സ്പിരിറ്റ്, സോൾ, ബോഡി. 3 പാർട്ടിനെ കുറിച്ചും കർത്താവിന് മനസ്സിലാവും. നിങ്ങളുടെ ഏത് മേഖലയ്ക്കകത്താണ് നിങ്ങളാകെ മൊത്തം ഇങ്ങനെ തകർന്നു കിടക്കുന്നതെന്ന് ദൈവത്തിന് മനസ്സിലാവും, കർത്താവിന് മനസ്സിലാവും. സ്പിരിറ്റിൽ പ്രാർത്ഥിക്കുന്ന വ്യക്തികൾക്ക് അത് മനസ്സിലാവും, വ്യക്തമായിട്ട് മനസ്സിലാവും. കാരണം അവർക്ക് സൗഖ്യം വേണ്ട മേഖലകൾക്ക് വേണ്ടി സ്പിരിറ്റ് പ്രാർത്ഥിക്കാറുണ്ട്. ഒരു വ്യക്തി, ഇപ്പം ഞാൻ എന്ന വ്യക്തിക്ക് എനിക്ക് ശരീരത്തിനാണ് എനിക്കൊരു അസ്വസ്ഥതയെങ്കിൽ ഞാൻ ശരീരത്തിന് വേണ്ടി മലയാളത്തിൽ പ്രാർത്ഥിക്കും. പക്ഷെ സ്പിരിറ്റ് ആ കാര്യം എവിടെ അതിൻ്റെ റൂട്ട് കോസ് എവിടെയാണെന്ന് കണ്ടെത്തി അവിടത്തേക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അത് സ്പിരിറ്റിലെ പ്രാർത്ഥനയുടെ പ്രത്യേകത. അത് വേറൊരു സമയം പറയാം. ഇപ്പം പറഞ്ഞാൽ ഞാൻ അതിലോട്ടങ്ങ് ഡൈവേർട്ടാവും. അപ്പൊ നിങ്ങളെ അറിയുന്ന കർത്താവ് ഇന്ന് ഈ തിരുവെഴുത്ത് കേട്ടുകൊണ്ടിരിക്കുന്ന ഏതൊക്കെയോ തൻ്റെ പ്രിയപ്പെട്ട മക്കളോട് പറയുന്നു, ഞാൻ നിങ്ങളെ അറിയുന്നു. നിങ്ങൾക്ക് പ്രശ്നമുണ്ടെന്ന് അറിഞ്ഞിട്ടും, നിങ്ങൾക്ക് പോരാട്ടം ഉണ്ടെന്ന് അറിഞ്ഞിട്ടും, അറിഞ്ഞവരാരും നിങ്ങളെ കാണാൻ വന്ന് കാണത്തില്ല, അറിഞ്ഞവരാരും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വന്ന് കാണത്തില്ല, അറിഞ്ഞവരാരും നിങ്ങൾക്കൊരു സൊല്യൂഷൻ പറഞ്ഞു തന്നും കാണത്തില്ല. പക്ഷേ ദൈവം ഒരു കേസിനെ അറിഞ്ഞാൽ, കുശവൻ ഒരു കേസിനെ ഞാൻ ഒരു ദൈവശബ്ദം ഞാൻ കൈമാറുക. പൊട്ടിക്കിടക്കുന്ന ചില ഓട്ടിൻ കഷ്ണങ്ങൾ ഉണ്ടെന്നുള്ളത് കുശവന് നന്നായിട്ട് അറിയാം. പക്ഷേ ചില സന്ദർഭങ്ങളിൽ മറ്റ് പൊട്ടിക്കിടക്കുന്ന കലത്തിൻ്റെ കൂടെ ചേർത്ത് വെച്ച് പണിയാൻ ചില ഓട്ടിൻ കഷ്ണങ്ങൾ ചില കുശവന്മാർ എടുക്കാറുണ്ട്. അതിൻ്റെ കൂടെ പാകപ്പെടുന്ന ഒരു ചില്ലിനെ എടുത്ത് വെച്ചിട്ട് മണ്ണ് വെച്ച് പരുവപ്പെടുത്തുകയേ വേണ്ടു, പുതിയതുപോലിരിക്കും. ചെറിയ ഒരു ഹോളൊക്കെ വീണതിനെയും ചെറിയ ഒരു ഭാഗം പൊട്ടിയതിനെയും പൊട്ടി അടർന്നതിനെയൊക്കെ മൊത്തത്തിൽ തട്ടി ഒന്നും ആരും ചെയ്യാറില്ല. അതിനകത്ത് ചേർത്ത് വെച്ച് പണിയാൻ പറ്റുന്നതിനെ ചേർത്ത് വെച്ച് പണിയുന്നവനാ കുശവൻ. പ്രിയപ്പെട്ട സുഹൃത്തെ, ആത്മാവിൽ ഞാൻ കൈമാറുകയാണ്. കുറേ കാലമായി നീ ദൈവത്തിൻ്റെ പണിശാലയ്ക്കകത്ത് കെട്ടിക്കിടക്കുന്നെങ്കിൽ എന്നെ ദൈവം ഉപയോഗിക്കുന്നില്ല, എന്നെ ദൈവം ഇറക്കുന്നില്ല, എന്നെ ദൈവം കൈകളിൽ എടുക്കുന്നില്ല എന്നൊന്നും പറഞ്ഞ് നിരാശപ്പെടേണ്ട. ദൈവത്തിൻ്റെ കണ്ണ് നിന്റെ മേൽ ഇടയ്ക്കിടയ്ക്ക് പതിയുന്നുണ്ട്. ചിലതിൻ്റെ കൂടെ ചേർത്ത് വെച്ച് പണിയാൻ ഒരു സമയമാകുമ്പോൾ ആ കുശവൻ്റെ കരം ആ ചില്ലിൻ്റെ മേൽ, ആ ഓട്ട് കഷ്ണത്തിൻ്റെ മേൽ നീട്ടി എടുക്കുന്നത് പോലെ ദൈവം നിന്നെ നീട്ടി എടുത്തിരിക്കും. ചിലതിൻ്റെ കൂടെ ചേർത്ത് വെച്ച് പണിയും. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ആത്മാവിൽ ആ ദൂത് കൈമാറുകയാണ്. നിങ്ങൾ കെട്ടിക്കിടക്കുന്നത് കണ്ട് നിങ്ങളെ കൂട്ടിയിടുന്ന ഒരു ദൈവമല്ല, നിങ്ങളെ എടുക്കേണ്ട സന്ദർഭങ്ങളിൽ ശരിയായതിൻ്റെ കൂടെ ചേർത്ത് വെക്കുന്ന ഒരു ദൈവമാണ്. ഇന്ന് ഒറ്റപ്പെടലിൽ നിൽക്കുന്ന ആരോടെ ദൈവാത്മാവ് പറയുന്നു, ഒരു റൈറ്റ് പെയറുമായിട്ട് ദൈവം നിന്നെ ചേർത്തു വെക്കും.
ഇന്ന് ഒറ്റപ്പെടലിൽ അനുഭവിക്കുന്ന ഏതോ ദൈവ പൈതലിനോട് പരിശുദ്ധാത്മാവ് പറയുന്നു, നിനക്കുള്ളൊരു റൈറ്റ് പെയറിനോടുകൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ ചേർത്തു വെക്കാൻ സമയമാകുന്നു. ചേർത്ത് പണിയുന്നൊരു ദൈവം. ദൈവത്തിനറിയാം നീ ഒറ്റപ്പെട്ടിരിക്കുകയാണെന്ന്, ദൈവത്തിനറിയാം നിങ്ങളുടെ വിവാഹം നടന്നിട്ടില്ലെന്ന്, കർത്താവിനറിയാം ഒരാൾ ഒറ്റയ്ക്ക് ജീവിക്കുന്നത് ശരിയല്ലെന്ന്. എന്നാൽ ഒരു റൈറ്റ് പെയറിന് വേണ്ടി ദൈവം വെയിറ്റ് ചെയ്യുമ്പോൾ അത് ഉണ്ട് എന്നറിയുന്ന ദൈവം കറക്റ്റ് ടൈമിൽ ചേർത്ത് വെക്കുമെന്ന് ഞാൻ ആത്മാവിൽ തിരിച്ചറിയുന്നു. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ? ഒരു റൈറ്റ് പെയറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ? ശരിയായ ഒരു ബന്ധം വരണേ കർത്താവേ, ഒരു ദൈവ പൈതലായിരിക്കണേ കർത്താവേ, അഭിഷേകമുള്ളവനായിരിക്കണേ കർത്താവേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ടോ? ഒരു റൈറ്റ് പെയർ. ഹല്ലേലൂയ. അതാ ദൈവത്തിന്റെ പദ്ധതി. നമുക്ക് തോന്നും വൈകിപ്പോയി, സമയം പോയി എന്നൊക്കെ തോന്നും. പക്ഷെ അങ്ങനെയൊന്നും അല്ല. ദൈവത്തിന്റെ പദ്ധതി അങ്ങനെയാ. ദൈവത്തിന്റെ പദ്ധതി അങ്ങനെയാ. ഞാൻ അറിയുന്നവൻ, ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കും. ദൈവം എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ ജീവൻ മാത്രം പറയത്തില്ല, നിത്യമായ കാര്യമായി ദൈവം കൊടുക്കത്തുള്ളൂ. ഹല്ലേലൂയ. ഞാൻ അവനെ അറിയുകയും അവർ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു. അനുഗമിക്കുന്നവർക്ക് കർത്താവ് കൊടുക്കുന്ന റിവാർഡാണ്, ചോക്ലേറ്റ് ആണ്, സ്വീറ്റ്സ് ആണ് ദൈവത്തിൻ്റെ ജീവൻ. ദൈവത്തിൻ്റെ ജീവൻ അവിടെ പറയുന്നൊരു വാക്ക് നിത്യജീവൻ എന്ന. ഈ ഭൂമിയിൽ നമുക്ക് കർത്താവിനെ അറിയുന്നത് തന്നെ നിത്യജീവൻ എന്നാണ് യേശു പറയുന്നത്. ഈ ജീവൻ ഉണ്ടെങ്കിലേ നമുക്ക് ജീവിക്കാനും നിലനിൽക്കാനും പറ്റത്തുള്ളൂ. ഈ ജീവൻ നമ്മൾ അവിടെ ആസ്വദിക്കുകയും ചെയ്യും. ഈ ജീവൻ നമ്മൾ സ്വർഗത്തിൽ ആസ്വദിക്കുകയും ചെയ്യും. അപ്പോൾ ദൈവം എന്തെങ്കിലും ഒന്ന് കൊടുക്കണമെങ്കിൽ അറിയണം. ശരിയല്ലേ? കർത്താവിന് എന്തെങ്കിലും ഒന്ന് എനിക്ക് തരണമെങ്കിൽ എന്നെ അറിയണം, എനിക്ക് കർത്താവിനെ അറിയണം. ഇതുപോലെയാണ് ദൈവം ഒരു വ്യക്തിയെ ചിലത് ഏൽപ്പിക്കുന്നത് അറിവിലാണ്. വ്യക്തമായിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ പുറത്ത് ദൈവം ചിലതൊക്കെ ഏൽപ്പിക്കുന്നു. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. ദൈവം നിങ്ങളെ ഏൽപ്പിച്ചത് ഒരു ബന്ധമാണെങ്കിലും, ദൈവം നിങ്ങളെ ഏൽപ്പിച്ചത് ഒരു മിനിസ്ട്രി ആണെങ്കിലും, ദൈവം നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത് ഒരു സ്ഥാപനമാണെങ്കിലും, സമ്പത്താണെങ്കിലും, വ്യക്തികളെ ആണെങ്കിലും, എന്താണെങ്കിലും ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ് ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത്. ആ വിശ്വസ്തത നിലനിർത്തുന്നതിലൂടെയാണ് നിത്യജീവൻ്റെ അളവിൽ വർധനവ് വരുന്നത്. ഇല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഞാൻ നേരത്തെ കാറിൻ്റെ കംപ്ലൈൻറ്റ് എന്താണെന്ന് മനസ്സിലാക്കാതെ ഓട്ടിച്ചുകൊണ്ട് നടന്നിട്ട് ഞാൻ കരുതിയ കംപ്ലൈൻ്റ് അല്ല, അറിയാമെന്നുള്ളവൻ ആ കാർ നോക്കിയപ്പോൾ പിടിച്ചത്. ഞാൻ പറഞ്ഞ കംപ്ലൈൻറ്റുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. നമ്മളും ഇതാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ട്, ഞാൻ ഇത്രയും ഉപവസിച്ചിട്ട് എന്ന് പറഞ്ഞിട്ട്, ഞാൻ പ്രാർത്ഥിച്ചതും ഉപവസിച്ചതും ദൈവനാമത്തിന് കൊടുത്തതും ദശാംശം കൊടുത്തതും വഴിപാട് ചെയ്തതും ഒക്കെയാണ് നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കംപ്ലൈൻറ്റ് അവിടെ ഒന്നുമല്ല. കംപ്ലൈൻറ്റ് അവിടെ അല്ല. ആ ചെയ്തതിൻ്റെ ഒക്കെ ഒരു ഫേവർ നമുക്ക് കർത്താവിൽ നിന്ന് കിട്ടാതിരിക്കത്തുമില്ല. പക്ഷെ ആ ഫേവറിൽ ഓടിക്കൊണ്ടിരുന്നതാണ് ഞാൻ ഈ വണ്ടി. മനസ്സിലായോ? ആ ഫേവർ എന്ന് പറഞ്ഞത് ഈ വണ്ടി ഞാൻ ഓടിക്കൊണ്ടിരുന്നത് 2 ലൈൻ കട്ടായി കിടന്നിട്ട് ഞാൻ അറിഞ്ഞിട്ടില്ല. പക്ഷെ അറിയാമെന്നുള്ളവൻ്റെ അടുത്ത് കൊണ്ടുചെന്നപ്പോഴാണ് ആ കംപ്ലൈൻറ്റ് കണ്ടുപിടിച്ച് പണി പൂർത്തിയാക്കിയത്. ഇതുപോലെയാണ് നിത്യജീവൻ്റെ അകത്തൊരു വർധനവ് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ കംപ്ലൈൻറ്റ്സ് കണ്ടുപിടിച്ച് റെക്ടിഫൈ ചെയ്തതിന് മുമ്പോട്ട് പോകണം. ഞാൻ ഇന്ന് മോർണിംഗിൽ പറഞ്ഞതുപോലെ നമ്മൾ ഹോംവർക്ക് ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളാണ്. ആ വർക്ക് ചെയ്താലേ നമുക്ക് മുൻപോട്ട് ജയത്തോടെ പോകാൻ പറ്റത്തുള്ളൂ. ഞാൻ എൻ്റെ മെസ്സേജ് ചുരുക്കുകയാണ്. ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യും. ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു. അവ ഒരു നാളും നശിച്ചു പോകയില്ല. മറ്റൊരു പ്രത്യേകതയും കൂടെ പറയുകയാണ്, ദൈവം അറിയുന്നവനെ നശിച്ചു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. പറഞ്ഞേ, നിങ്ങളെ നശിപ്പിച്ച് കളയുമെന്ന് വെല്ലുവിളിക്കുന്ന ദുഷ്ടശക്തികളുണ്ടാകാം, മനുഷ്യരുണ്ടാകാം, പ്രതിയോഗി ഉണ്ടാകാം, വൈരി ഉണ്ടാകാം, പഹയനുണ്ടാകാം, അവൻ കെണി ഒരുക്കി വെച്ചിട്ടുണ്ടാകാം, കഷ്ടത്തിന്റെ കുഴി അവൻ കുഴിച്ചിട്ടിട്ട് നീ നടന്നു വീഴുന്നത് കാണാൻ പതിയിരിക്കുന്നുണ്ടാകാം. പക്ഷെ ഞാൻ ആത്മാവിൽ ഒരു കാര്യം പറയാം, ദൈവം അറിഞ്ഞവനാണോ ദൈവം അവനെ പ്രൊട്ടക്ട് ചെയ്തിരിക്കും. പകൽ മേഘസ്തംഭമായി, രാത്രി അഗ്നിത്തൂണായും പ്രൊട്ടക്ട് ചെയ്തിരിക്കും. ദൂതന്മാരുടെ കരങ്ങളിൽ അവനെ വഹിച്ചുകൊള്ളുന്ന ഒരു ദൈവമുണ്ടെന്ന് സങ്കീർത്തനക്കാരനും പറയുമ്പോൾ ഇന്ന് ഞാൻ ആത്മാവിൽ പറയുന്നു, നശിച്ചു പോകുമെന്ന് പറഞ്ഞ ചില വാക്കുകൾ, മരിച്ചു പോകുമെന്ന് പറഞ്ഞ ചില വാക്കുകൾ, തകർന്നു പോകുമെന്ന് പറഞ്ഞ ചില വാക്കുകൾ, നീ മുടിഞ്ഞു പോകുമെന്ന് പറഞ്ഞ വാക്കുകൾ യേശുവിന്റെ നാമത്തിൽ ഈ തിരുവെഴുത്തിന്റെ ശക്തിയാൽ ദൃശ്യമണ്ഡലത്തിൽ നിന്നും അദൃശ്യ മേഖലയിൽ നിന്നും ക്യാൻസൽ ചെയ്യുന്നു.
എല്ലാ ദൈവമക്കളൊന്ന് പ്രാർത്ഥിച്ചേ. ദൈവം അറിയുന്നവനെ ദൈവം പണിയും. ദൈവം അറിയുന്നവനെ ദൈവം കൂടെ കൂട്ടും. ദൈവം അറിയുന്നവന്റെ അടുത്ത് ദൈവം ഇറങ്ങി വരും. ദൈവം ഇറങ്ങി വരുന്നവന് ദൈവം നിത്യജീവൻ കൊടുക്കും. നിത്യജീവൻ പ്രാപിച്ചവൻ ഈ ഭൂമിയിൽ നശിച്ച ചരിത്രമില്ല. എന്റെ കർത്താവിന്റെ വാസസ്ഥലത്തും നശിക്കുന്ന ചരിത്രമില്ല. അത് തിരുവെഴുത്ത് രേഖപ്പെടുത്തിയതാകൊണ്ട് അത് വിശ്വാസ യോഗ്യമാകുന്നു. എല്ലാ ദൈവമക്കളും ഒന്ന് പ്രാർത്ഥിച്ചേ. ഇന്ന് നശിപ്പിക്കുന്ന ചില ശക്തികളെ കർത്താവ് അറസ്റ്റ് ചെയ്യട്ടെ. ഇന്ന് നശിപ്പിക്കുന്ന തലമുറകളെ തലമുറകളെ ഇല്ലായ്മ ചെയ്യുന്ന ദുർശക്തികൾ യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ ആത്മാവ് അറസ്റ്റ് ചെയ്യാൻ പോകുകയാണ്. പ്രാർത്ഥിച്ചു തുടങ്ങി എല്ലാ ദൈവമക്കളൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങി. എല്ലാ ദൈവമക്കളൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങി. എല്ലാ ദൈവമക്കൾ കമോൺ. എല്ലാരും ഒന്ന് പ്രാർത്ഥിച്ചേ. എല്ലാരും പ്രാർത്ഥിച്ചേ. ആമേൻ. നശിപ്പിക്കുന്ന വൈരിയുടെ ബലത്തെ കെടുത്തുന്ന ഒരാത്മ സാന്നിധ്യം, നശിപ്പിക്കുന്ന ശബ്ദങ്ങളെ തകർക്കുന്ന ദൈവത്തിന്റെ ശക്തി, അവന്റെ ശബ്ദം മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്നതും വനത്തിന്റെ തോലുരിക്കുന്നതുമായ ദൈവത്തിന്റെ ശബ്ദം ഇന്ന് പകൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിച്ചു തുടങ്ങുകയാണ്. തലമുറകളുടെ ഭാവിയെ സംബന്ധിച്ചാണെങ്കിലും നിങ്ങളുടെ ജീവിതത്തെ സംബന്ധിച്ചാണെങ്കിലും നശിച്ചു പോകുമെന്ന് പറഞ്ഞ വാക്കുകൾ, തകർന്നു പോകുമെന്ന് പറഞ്ഞ വാക്കുകൾ, ഈടറി വീഴുമെന്ന് പറഞ്ഞ വാക്കുകൾ, ഞങ്ങൾ ഇപ്പോൾ തന്നെ അത് യേശുവിന്റെ നാമത്തിലെ വാക്കുകൾ, ആ നാശത്തിന്റെ സാധ്യതകൾ തന്നെ ഞങ്ങൾ റദ്ദ് ചെയ്യുകയാണ്. ഓ ജീസസ്. റൽമന ശേഖേനിയം ദരൽ പ്രവാശസി ഓ റിമനരഗശന്തേരികൾ കമനവ ഉടമനമനമനമനമനമശ്യം ദരരകൾ കമാനരികർധനേരി വദവദവദവ. ഓ ജീസസ്. റാൽമനസ്യന്തരേ ശിഖമധുരി വിരി വിരി പിതാവേ, ദൈവജനത്തെ സ്പർശിക്കണമേ. ദൈവജനത്തെ സ്പർശിക്കണമേ. നീ വഴുതി പോകാൻ കർത്താവ് അനുവദിക്കത്തില്ല. നീ ഇടറി വീഴാൻ ദൈവം അനുവദിക്കത്തില്ല. കാരണം എൻ്റെ ദൈവം അറിഞ്ഞ ഒരു കുടുംബമാണ് നിങ്ങളുടേത്. എൻ്റെ ദൈവം അറിഞ്ഞൊരു വ്യക്തിയാ നിങ്ങൾ. എൻ്റെ ദൈവം സ്നേഹിച്ചൊരു വ്യക്തിയാ താങ്കൾ. എൻ്റെ ദൈവം അഭിഷേകം ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് നിങ്ങൾ. നിങ്ങളെ ശത്രുവിന് ദൈവം വിട്ടുകൊടുക്കുകയില്ല. നിങ്ങളെ സാത്താന് ദൈവം വിട്ടുകൊടുക്കുകയില്ല. നിങ്ങളെ എൻ്റെ ദൈവം പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. യേശുനായക ഇടവിടാതെ ഞാൻ നല്ലിടയനോടെന്നും പ്രാർത്ഥിക്കുന്നിതാ. പറഞ്ഞേ ദൈവത്തോട്. ഇടറി വീഴുവാൻ ഇടതരല്ലേ നീ യേശുനായക. ഇടവിടാതെ ഞാൻ നല്ലിടയനോടെന്നും പ്രാർത്ഥിക്കുന്നിതാ. മുൾക്കിരീടം ചാർത്തിയ ജീവദായക, ഉൾത്തടത്തിൻ തേങ്ങൽ നീ കേട്ടിടില്ലയോ. മുൾക്കിരീടം ചാർത്തിയ ജീവനായക,
നായക. ഉൾത്തടത്തിൻ തേങ്ങൽ നീ കേട്ടിടില്ലയോ, ഇടാറി വീഴുവാൻ ഇടാതരല്ലേ നീ യേശു നായക. ഇടാവിടാതെ ഞാൻ നല്ലിടയനോടെന്നും പ്രാർത്ഥിക്കുന്നിതാ. ഇടാവിടാതെ ഞാൻ നല്ലിടയനോടെന്നും പ്രാർത്ഥിക്കുന്നിതാ. ഇടാവിടാതെ ഞാൻ നല്ലിടയനോടെന്നും പ്രാർത്ഥിക്കുന്നിതാ. പ്രിയ കർത്താവേ, ഞങ്ങൾ അങ്ങയുടെ കൈകളിലേക്ക് ഏൽപ്പിക്കുകയാണ്. ഇത് ഞങ്ങളുടെ മധ്യത്തിൽ വെളിപ്പെട്ട ഈ ദൈവ സാന്നിധ്യത്തിനും കേൾപ്പിച്ച ദൈവശബ്ദത്തിനുമായി നന്ദി പറയുന്നു. അസാധാരണമായ ദൈവത്തിൻ്റെ കൃപയ്ക്കകത്ത് ഞങ്ങളെ പൊതിഞ്ഞ നല്ല ദൈവമേ, മഹാസാന്നിധ്യം കൊണ്ട് ഞങ്ങളെ മൂടുന്ന ദൈവസ്നേഹമേ, ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, നന്ദി പറയുന്നു. ഞങ്ങളെ അറിഞ്ഞിരിക്കൊണ്ട് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ അറിഞ്ഞിരിക്കൊണ്ട് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ അങ്ങേയും അറിയുന്ന കർത്താവേ, ആ നിത്യജീവനിൽ ഞങ്ങളെ തുടരുവാൻ സഹായിക്കണമേ. കൂടി വന്ന സകല ജനത്തെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ബ്ലസ് ചെയ്യുന്നു. ഇവരുടെ ജീവിതത്തിൽ വലിയ തിരിവുകൾ സംഭവിക്കട്ടെ. ഇപ്പോൾ രോഗത്തിൻ്റെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ കർത്താവേ, ഇപ്പോൾ തന്നെ അവിടുന്ന് ഹീൽ ചെയ്യണം. ഒരു ജീവിതത്തിൽ ഒരു മെച്ചത്തിനും ഒരു ഷിഫ്റ്റിനും വിടുതലിനും വേണ്ടി ആഗ്രഹിക്കുന്ന ദൈവമക്കളെ എൻ്റെ കർത്താവെ അവിടുന്ന് ഇപ്പോൾ തന്നെ ടച്ച് ചെയ്താട്ടപ്പ. ഒരു ഹെവൻലി പ്രസൻസും ഒരു ഹെവൻലി ഹാൻഡും ഒരു ഹെവൻലി ടച്ചും ഇപ്പോൾ അവർ എക്സ്പീരിയൻസ് ചെയ്യട്ടെ ഡാഡി. റുഫാന, സ്പിരിറ്റ് ഓഫ് ഗ്ലോറി, ഹൗവ സ്പിരിറ്റ് ഇൻ ജീസസ് നെയിം. അവിടുന്ന് വലിയ അത്ഭുതം ഇവരുടെ ജീവിതത്തിൽ ചെയ്യുന്ന മഹാസ്നേഹത്തിനായി ഞാൻ നന്ദി പറയുന്നു, എൻ്റെ യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. കരങ്ങൾ ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. കർത്താവ് നിങ്ങൾക്ക് ചെയ്ത വലിയ കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങൾക്കറിയാൻ താല്പര്യമുണ്ട്. ഞങ്ങളുടെ പ്രെയർ ലൈൻ നമ്പർ ഇതാണ്. ഇതിൽ വാട്സാപ്പ് ഉണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ, നിങ്ങളുടെ ടെസ്റ്റിമണി ഒക്കെ നിങ്ങൾ ഈ നമ്പറിൽ നിങ്ങൾക്ക് വാട്സാപ്പ് ചെയ്യാവുന്നതാണ്. തീർച്ചയായിട്ടും ഞങ്ങളത് വായിക്കുകയും ഞങ്ങളതിനായി ഇവിടെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതായിരിക്കും. എല്ലാ ദിവസവും രാവിലെ 6:30 മണി മുതൽ വൈകുന്നേരം 6:30 മണി വരെ ഈ പ്ലാറ്റ്ഫോമിൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവെഴുത്ത് ശുശ്രൂഷിക്കപ്പെടുന്നു. നിങ്ങൾക്ക് നിരന്തരം ദൈവവചനം കേൾക്കുന്നത് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്കൊരവസരം, നിങ്ങൾക്ക് ഏറ്റവും ആമേൻ പറ്റിയ ഒരു പ്ലാറ്റ്ഫോമാണിത്. നിങ്ങളത് യൂസ് ചെയ്യുകയും മറ്റുള്ളവർ കൂടി സന്ദേശം അയച്ചു കൊടുക്കുകയും ചെയ്താട്ടെ. ദൈവം നിങ്ങളെ സകലത്തിലും ബലപ്പെടുത്തട്ടെ, വർദ്ധിപ്പിക്കട്ടെ. അടുത്ത ദിവസം വീണ്ടും നമുക്ക് കാണുന്നത് വരെ കർത്താവിൻ്റെ ചിറകടിയിൽ ദൈവം നമ്മെ